ഹലോ മക്കളെ, വെൽക്കം ടു ടെക് സ്റ്റുഡന്റ്. അപ്പൊ നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന പുതിയ ചാപ്റ്റർ ആണ് എ ഷർട്ട് ഇൻ ദി മാർക്കറ്റ്. അല്ലെ, കുറെ ഷർട്ടിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ പല ടൈപ്പിലുള്ള ഷർട്ട്സ് ഉണ്ടാവും അല്ലെ. എങ്ങനെയാണ് ഈ ഷർട്ട്സ് എങ്ങനെയാണ് മാർക്കറ്റിൽ എത്തുന്നത്, മാർക്കറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അത് വാങ്ങിക്കുന്നത്, ഇതിനിടയിൽ എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, നമ്മുടെ കുഞ്ഞു ചാപ്റ്റർ ആണ് ഷർട്ട് ഇൻ ദി മാർക്കറ്റ്. ഓക്കെ, സോ നമുക്ക് ഷർട്ടിനെ പറ്റിയിട്ടാണ്, ഷർട്ട് ഉണ്ടാവുന്നത്, ഡ്രസ്സസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ ദിസ് ചാപ്റ്റർ ടെൽസ് us the story of a shirt. It begins with the production of cotton and ends with the sale of the shirt. അല്ലെ, കോട്ടൺ ഉണ്ടാക്കിയിട്ട് അത് ലാസ്റ്റ് എന്ത് ചെയ്യണം, ഷർട്ട് ആയിട്ട് അത് സെയിൽ നടത്തണം. അതിന്റെ ഇടയിൽ നടക്കുന്ന കഥകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഷർട്ട്. അല്ലെ, നിങ്ങൾക്ക് അറിയാം അല്ലെ, കോട്ടണിൽ നിന്നും ഉണ്ടാക്കി അല്ലെ. ഒരു കോട്ടൺ എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ കളറൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പല കളറിലുള്ള അല്ലെ, റെഡ്, യെല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് വെറൈറ്റിയിലുള്ള കളറിലൊക്കെ ആക്കിയിട്ട് ഡിഫറെന്റ് ഡിസൈൻ അല്ലെ. ഓരോ സമയമാകുമ്പോഴും ഓരോ ഡിസൈൻ ആണ് അല്ലെ. പെരുന്നാളിന്, ഓണത്തിന്, വിഷുവിന് ഒക്കെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഡിസൈൻ ആയിട്ട് ഇറങ്ങുന്നുണ്ടല്ലേ. പുതിയ പുതിയ ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട്, പുതിയ പുതിയ ഡിസൈൻസ് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒക്കെ ഇടയിൽ ഒരു ഷർട്ടിന്റെ കഥ, ഷർട്ട് ഇൻ ദ സെൻസ് ഡ്രസ്സസിന്റെ കഥ, എങ്ങനെയാണ് ഡ്രസ്സസ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ, ആർക്കൊക്കെയാണ് ഇതിനിടയിൽ ലാഭം ഉണ്ടാവുന്നത്, ആർക്കൊക്കെയാണ് ഇതിനിടയിൽ നഷ്ടം ഉണ്ടാവുന്നുണ്ടോ ആർക്കെങ്കിലും എന്നൊക്കെയുള്ള കഥകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സോ we shall see that a chain of markets links the producer of cotton to the buyer of the shirt in the supermarket. അല്ലെ, ഒത്തിരി ആൾക്കാർ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. നിങ്ങളുടെ കയ്യിലൊരു ഷർട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഡ്രസ്സ് കിട്ടുന്നു, നിങ്ങളുടെ കയ്യിലൊരു ചുരിദാർ കിട്ടുന്നു, നിങ്ങളുടെ കയ്യിലൊരു പുതിയൊരു ഫ്രോക്ക് കിട്ടുന്നു. ഇതിനിടയിൽ ഒത്തിരി ആൾക്കാരുടെ ഹാർഡ് വർക്ക് ഉണ്ടല്ലേ. നമുക്കിത് ജസ്റ്റ് നമ്മൾ 1000, 2000 എന്ന് പറഞ്ഞ ജസ്റ്റ് നമ്മളൊരു ഷോപ്പിൽ പോകുന്നു, അത് പർച്ചേസ് ചെയ്യുന്നു അല്ലെ. അവർ പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നു, അതല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോ ഓൺലൈൻ പർച്ചേസിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമ്മൾ കാണുന്നതിനനുസരിച്ച് മിന്ത്രന്നായാലും മീഷോന്നാണെങ്കിലും ഫ്ലിപ്പിന്നാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്തെടുക്കും അല്ലെ. അവർ പറയുന്ന എമൗണ്ട് ആണ്, നമ്മൾ ആസ് എ കസ്റ്റമർ നമ്മൾ ആ പൈസ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. Buying and selling makes place at every step in the chain. Does everyone benefit equally from this? അതാണ് എന്റെ ക്വസ്റ്റ്യൻ അല്ലെ. ഇതില് നമ്മളൊരു പൈസ കൊടുക്കുന്നുണ്ട് അല്ലെ, ആസ് എ കസ്റ്റമർ നമ്മളൊരു പൈസ കൊടുക്കുന്നു, നമ്മളാണ് അത് വാങ്ങിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്കും അത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരല്ലേ 1000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും, അയ്യോ എനിക്ക് അബദ്ധം പറ്റിയതാ, ഒരു 500 രൂപയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ വേറൊരാൾക്ക് കൊടുത്തേനെ. ഒരാൾ 500 രൂപ വരുവാണെങ്കിൽ ഞാൻ 1000 രൂപേന്റെ സാധനം ആയിക്കോട്ടെ, ഞാൻ ഒരു 500 രൂപയ്ക്കെങ്കിലും ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുത്തേനെ, ഇത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടുത്തേനെ, ഇത് എനിക്ക് അബദ്ധം പറ്റിയതായിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 1000 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം നമ്മൾ 500 രൂപയ്ക്ക് സെയിലാക്കും. ഇനി ചില ആൾക്കാരുണ്ട്, ഞാനിത് 1000 രൂപയ്ക്ക് വാങ്ങിച്ചു പോയി, പക്ഷെ ഇതിന് കണ്ടാൽ ഒരു 1500 രൂപയുടെ മതിപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാല് ഞാനിത് ഒരു 1500 രൂപയ്ക്ക് വിറ്റാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം രണ്ടല്ല, ലാഭവും ഉണ്ട്, നഷ്ടവും ഉണ്ട്. അപ്പം ഈ ഒരു മാർക്കറ്റില് ആർക്കാണ് ഈക്വൽ, എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അതോ ഇതിനിടയിൽ ചില ആൾക്കാർക്ക് കുറെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, ചില ആൾക്കാർക്ക് കുറച്ച് മാത്രം ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അതോ എല്ലാ ആൾക്കാർക്കും ഒരേപോലെയുള്ള ബെനിഫിറ്റ് ആണോ ഇൻ ദ സെൻസ് ഓഫ് മണി ട്ടോ. പൈസയുടെ കാര്യത്തിലാണ് നമ്മൾ ഈ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നുണ്ടോ, കൂലി, അവർക്ക് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഓർ ഡു സം പീപ്പിൾ ബെനിഫിറ്റ് മോർ ദാൻ അതേഴ്സ് അല്ലെ. ചില ആൾക്കാർക്ക് അവരുടെ ബാക്കിയുള്ള ആൾക്കാരെക്കാളും കൂടുതലായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വി ഷാൽ ഫൈൻഡ് ഔട്ട്. നോക്കാം നമുക്ക്. എ കോട്ടൺ ഫാമർ ഇൻ കർണൂൾ. അപ്പം ഒരു കോട്ടൺ ഫാമറിന്റെ കഥയാണ്. നോക്കൂ നിങ്ങള്, ഫാമറിന്റെ പേരെന്താ, സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്മോൾ ഫാമർ ഇൻ കർണൂൾ, ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലത്തുള്ള എന്താണ്, സ്വപ്ന എന്ന് പറയുന്ന ഒരു ഫാമർ ഉണ്ട്. ഓക്കെ, അദ്ദേഹം എന്താണ് ഫാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലേഡി എന്താണ് ഫാം ചെയ്യുന്നത്, grows cotton on her small piece of land.
അവർക്കൊരു കുഞ്ഞി ലാൻഡ് ഉണ്ട്. ആ ലാൻഡിൽ അവർ എന്താ ഉണ്ടാക്കുന്നത്? കോട്ടൺ ആണ് ഉണ്ടാക്കുന്നത്. അവർ കോട്ടൺ ഉണ്ടാക്കുന്നു. And the bolls of the cotton plant are ripe and some have already burst. So Swapna is busy picking cotton. അപ്പം നല്ല രീതിയിൽ അല്ലെങ്കിൽ നന്നായിട്ട് അധ്വാനിച്ചിട്ട് ഒരു കോട്ടൺ കൃഷി ചെയ്യുന്ന ആളാണ് സ്വപ്ന എന്ന് പറയുന്നത്. And the balls which carry the cotton in them do not burst open all at once. അല്ലെ, എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ സമയത്താണോ? ഇല്ല അല്ലെ, ചില സമയത്ത് ബസ്റ്റ് ആവും, ചിലത് ബസ്റ്റ് ആവത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ബസ്റ്റ് ആവും. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. So it takes several days to harvest the cotton. നമുക്ക് ഒരൊറ്റ ദിവസം ഇരുന്ന് ഇത് ഫുൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, അത് ബസ്റ്റ് ആവുന്നോ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാം ഒരുമിച്ച് അല്ലെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊരു കൃഷി ചെയ്യുമ്പോഴും എല്ലാം ഒരുമിച്ച് ഫലം തരണം എന്നുണ്ടോ? അല്ലെ, ചില ദിവസങ്ങളിലായിട്ടായിരിക്കും ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് നോക്കി അല്ലെ, ഒത്തിരി ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെ, അപ്പം ആ ഒരു കോട്ടൺ കൃഷി എന്ന് പറയുന്ന സാധനം അല്ലെ, കോട്ടൺ കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് എടുക്കുന്ന ഒരു ഫാമർ ആണ് അല്ലെ. സ്മോൾ പീസ് ഓഫ് ലാൻഡ് അല്ലെ, കുറഞ്ഞൊരു തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന അധ്വാനിക്കുന്ന ഒരു ഫാർമർ ആണ് സ്വപ്ന എന്ന് പറയുന്ന ആള്. എന്ത് പറ്റി അവർക്ക്? Once the cotton is collected, instead of selling it at Kurnool Cotton Market, Swapna and her husband take the harvest to the local trader. ഓക്കെ, എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ ഒരു സാധനം കൃഷി ചെയ്ത് കഴിഞ്ഞു, അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അല്ലെങ്കിൽ വേറെ ഒരാളാണെങ്കിൽ ചില ആൾക്കാർ എന്താ ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് ഷോപ്പുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവര് കൃഷി ചെയ്യുന്നു, എന്നിട്ട് നാടൻ എന്ന് പറഞ്ഞിട്ട് അത് അവര് ഷോപ്പില് കച്ചവടം വെക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കോഴീനൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടെങ്കിൽ നാടൻ കോഴിമുട്ട എന്ന് പറഞ്ഞിട്ട് അവര് സെയിൽ നടത്തും. പക്ഷെ അതുപോലെ ഇവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. അവര് പോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് വിൽക്കുകയല്ല ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഈ സ്വപ്ന എന്ന് പറയുന്ന ആളെന്താ ചെയ്യുന്നത്? അവര് ഈ ഹാർവെസ്റ്റ് ചെയ്ത സാധനം മുഴുവൻ ആർക്ക് കൊടുക്കും? ഒരു ലോക്കൽ ട്രേഡറിന് കൊടുക്കും. എന്തിനാണ് ലോക്കൽ ട്രേഡറിന് കൊടുക്കുന്നതെന്ന് നോക്കാം നമുക്ക്. At the beginning of the cropping season, Swapna had borrowed rupees 2,500 from the trader at a very high interest rate to buy seeds, fertilizers, pesticides for cultivation. എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു ട്രേഡർ ഉണ്ട്, ഇയാളെ കയ്യിൽ നിന്ന് അല്ലെ ഫസ്റ്റ് ചുമ്മാ ഒരാൾക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? കുറച്ച് ഭൂമി ഉണ്ടെന്ന് വെച്ചിട്ട് ഒരാൾക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ, അതിന് സീഡ് വേണം അല്ലെ, വിത്ത് വേണ്ടേ? വിത്ത് വേണം. ഇനി കൃഷി ചെയ്യണമെങ്കിൽ കുറച്ച് അത്യാവശ്യം പെസ്റ്റിസൈഡ്സ് വേണം അല്ലെ, അത്തരം ഫെർട്ടിലൈസേഴ്സ് അല്ലെ, വിളക്ക് എന്ത് കൊടുക്കണം? വളം നൽകണം അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒത്തിരി എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വപ്ന തുടക്കത്തിലേ അല്ലെ, കൃഷി തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ആളുടെ കയ്യിൽ നിന്ന്, ആ ട്രേഡറുടെ കയ്യിൽ നിന്ന് 2,500 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, at that time the local trader make Swapna agree to another condition. അയാള് വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടാണ് ആ 2,500 രൂപ നല്ല ഹൈ ഇൻട്രസ്റ്റിലാണ് കൊടുത്തത്. കൂടിയ പലിശയ്ക്ക് പൈസ കൊടുത്തു അല്ലെ, വിത്തും സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പലിശയ്ക്ക് പൈസ കൊടുത്തു, കൂടിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു കണ്ടീഷനും വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കണ്ടീഷനാ വെച്ചിട്ടുള്ളത്? He made her promise to sell all her cotton to him. എന്താണ്? അവള് എത്ര കൃഷി ചെയ്തിട്ടുണ്ടോ ആ കൃഷി ചെയ്ത കോട്ടൺ മുഴുവൻ ആർക്ക് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ട്രേഡർക്ക്. നിങ്ങൾക്ക് 2,500 രൂപ ഞാൻ തരാം, ഇത്ര പലിശയ്ക്ക് ഞാൻ തരാം. നിങ്ങള് കൃഷി ചെയ്ത് കഴിഞ്ഞാല് ഈ കോട്ടൺ നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പാടില്ല, വേറെ ആർക്കും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് കോട്ടൺ എനിക്ക് തരണം അല്ലെ, എനിക്ക് തരണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. ഓക്കെ, ഡിമാൻഡ് മനസ്സിലായോ? Cultivation of cotton require high levels of input. ഒത്തിരി ഇൻപുട്ട് വേണം അല്ലെ. ഒരു കോട്ടൺ എന്നല്ല, ഏതൊരു കൃഷി ചെയ്യാനും ഒത്തിരി എഫേർട്ട് വേണം, ഒത്തിരി പൈസ വേണം, ഒത്തിരി സാഹചര്യങ്ങൾ വേണം. Fertilizers and pesticides, and the farmers have to incur heavy expenses on account of this. Most often, the small farmers need to borrow money to meet these expenses.
എന്താണ് പല പല എക്സ്പെൻസിനും ഒത്തിരി പൈസ ഈ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് വേണം. പലപ്പോഴും എന്ത് ചെയ്യണ്ടായിരുന്നു ഇവരത് കടം വാങ്ങിക്കണം, പല സ്ഥലങ്ങളിലും ബറോ ചെയ്യണം, പൈസ കടം വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഇവര് കടം വാങ്ങിച്ചിരിക്കുകയാണ് ആരുടെ കയ്യിൽ നിന്നും? ട്രേഡറുടെ കയ്യിൽ നിന്നും. ഓക്കെ, എന്ത് കണ്ടീഷന്റെ പുറത്ത്? ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നോളാം, വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ളൊരു കണ്ടീഷൻ. At the trader's yard, 2 of his men weigh the bags of cotton. ട്രേഡർ അടുത്ത് നിന്ന് 2 ആൾക്കാർ വന്നിട്ട് ഇവര് കൊടുത്തിട്ടുള്ള കോട്ടൺ ഒക്കെ തൂക്കിയെടുത്തു. At of ₹1,500 per quintal, the cotton fetches 6,000. അപ്പൊ 4 കിൻഡൽ അല്ലെ, ഒരു കിൻഡലിന് 1,500 രൂപ വെച്ചിട്ട് 6,000 രൂപ കൊടുത്തു. The trader deducts 3,000 for repayment of loan. 6,000 രൂപയാണ് ട്രേഡർ ഇതിന് വില ഇട്ടിട്ടുള്ളത്. ആ വില ഇട്ടതിനകത്തുനിന്ന് ആദ്യം ഒരു 2,500 രൂപ കടം വാങ്ങിച്ച ഓർമ്മയുണ്ടോ ട്രേഡറുടെ കയ്യിൽ നിന്ന്? 2,500 രൂപ കടം വാങ്ങിയ പൈസയും 500 രൂപ അതിന്റെ പലിശയും ചേർത്തിട്ട് 3,000 രൂപ ട്രേഡർ തിരിച്ചു വാങ്ങിച്ചു. ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് പേ സ്വപ്ന ₹3,000. ബാക്കി 3,000 രൂപ ആർക്ക് കൊടുത്തു? സ്വപ്നയ്ക്ക് കൊടുത്തു. അപ്പം 2,500 രൂപ കടം വാങ്ങിച്ച് 3,000 രൂപ റീപേയ്മെന്റുമായി കിൻഡലിന് 1,500 രൂപയാണ് അദ്ദേഹം ഇട്ട വില എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡർ പറയാണ് കോട്ടൺ ഈസ് സെല്ലിംഗ് ചീപ്പ്, ദർ ഇസ് എ ലോട്ട് ഓഫ് കോട്ടൺ ഇൻ ദ മാർക്കറ്റ് അല്ലെ. കോട്ടൺ പഴയ പോലെ വിലയൊന്നും ഇല്ല, ഇപ്പൊ ഇഷ്ടം പോലെ കോട്ടൺ മാർക്കറ്റിലുണ്ട്, ആർക്കും കോട്ടൺ വേണ്ട, ഭയങ്കര ചീപ്പ് ആയിട്ടുള്ള സാധനമാണ്, ഇത്ര വില കുറഞ്ഞ സാധനമാണ് കോട്ടൺ എന്നാണ് സ്വപ്നന്റെ അടുത്ത ട്രേഡർ പറയുന്നത്. അപ്പൊ സ്വപ്ന എന്താ പറയുന്നത്? ഐ ഹാവ് ടോയിൽഡ് സോ ഹാർഡ് ഫോർ 4 months ടു ഗ്രോ ദിസ് കോട്ടൺ അല്ലെ. സ്വപ്ന 4 മാസം വളരെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കോട്ടൺ എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഹൗ ഫൈൻ ആൻഡ് ക്ലീൻ ദ കോട്ടൺ ഇസ് ദിസ് ടൈം. നിങ്ങൾ നോക്കുക, ഈ വട്ടത്തെ കോട്ടൺ എന്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള കോട്ടൺ ആണ്. അത് കുറഞ്ഞ വിലയാണല്ലോ ഇതിന് തന്നിട്ടുള്ളത്. I had hoped to get a much better price അല്ലെ. അത് വളരെ ഫൈൻ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ആണ്, കുറച്ചും കൂടി പൈസ കൂടുതൽ കിട്ടുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെന്ന് സ്വപ്ന ട്രേഡർ അടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പൊ 4 മാസം ഇരുന്ന് കൃഷി ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 3,000 രൂപയ്ക്കാണ് അവർ ഈ 4 മാസത്തോളം കഷ്ടപ്പെട്ടത്. ഓക്കെ, ട്രേഡർ അമ്മ ഐ എം ഗിവിംഗ് യു എ ഗുഡ് പ്രൈസ്. ഞാൻ നിങ്ങൾക്ക് നല്ല പൈസയാണല്ലോ തരുന്നത്. അതർ ട്രേഡേഴ്സ് ആർ നോട്ട് ഇവൻ പേയിങ് ദിസ് മച്ച്. വേറെ നിങ്ങൾ ആരോട് വേണേലും ചോദിച്ചു നോക്ക്, വേറെ ആരും ഇത്ര പൈസ പോലും തരുന്നില്ല. ആൻഡ് യു ക്യാൻ ചെക്ക് അറ്റ് ദ കർണൂൽ മാർക്കറ്റ് ഇഫ് യു ഡു നോട്ട് ബിലീവ് മീ. ഇത് ഞാൻ പറയുന്ന വിശ്വാസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് അന്വേഷിച്ചു നോക്കാം, ഇതിന് ഇത്ര പൈസ ഉണ്ടോ. ഇതന്നെ വളരെ കൂടുതലായിട്ടുള്ള ഒരു പൈസയാണ്. ഇത് ഇത്ര പൈസയൊന്നും മാർക്കറ്റിൽ കോട്ടൺ ഇല്ല, കോട്ടൺ ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സാധനമാണ്. സ്വപ്ന അപ്പൊ എന്താ പറയുന്നത്? ഡോണ്ട് ബി ആംഗ്രി, ഹൗ ക്യാൻ ഐ ഡൗട്ട് യു. എനിക്ക് നിങ്ങളെ വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങളെ വിശ്വാസക്കുറവൊന്നും ഇല്ല. ഐ ഹാഡ് ഓൺലി ഹോപ്പ് ദാറ്റ് വി വുഡ് ഏൺ എനഫ് ഫോർ ദ കോട്ടൺ ക്രോപ്പ് ടു ലാസ്റ്റ് ആസ് എ ഫ്യൂ മന്ത്സ് അല്ലെ. നമ്മള് കുറച്ചും കൂടെ പൈസ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തല്ലാണ് നിങ്ങൾ പറഞ്ഞതില് വിശ്വാസക്കുറവൊന്നും ഇല്ല എന്നാണ് സ്വപ്ന പറയുന്നത്. ദോ സ്വപ്ന നോസ് ദാറ്റ് കോട്ടൺ വിൽ സെൽ ഫോർ അറ്റ് ലീസ്റ്റ് ₹1,800 per quintal അല്ലെ. അയാള് വിൽക്കുന്നുണ്ട് എന്തായാലും 1,800 രൂപയ്ക്കായിരിക്കും, കുറഞ്ഞത് 1,800 രൂപയ്ക്കായിരിക്കും അദ്ദേഹം മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടാവാം. She doesn't argue further. The trader is a powerful man in the village and the farmers have to depend on him for loans അല്ലെ. ട്രേഡർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആളാണ് അവിടെ. അപ്പൊ നമ്മള് ഈ ചെറിയ ചെറിയ ഫാമേഴ്സ് ഇവരിപ്പോ പൈസയൊക്കെ തന്നെ അല്ലെ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പൈസ അവരുടെ കയ്യിലില്ല, ആ പൈസ അവർ കടം വാങ്ങിച്ചതാണ്. ആരുടെ കയ്യിൽ നിന്നാണ് കടം വാങ്ങിച്ചിട്ടുള്ളത്? ട്രേഡറുടെ കയ്യിൽ നിന്നാണ്. അപ്പം ട്രേഡറുടെ കയ്യില് ട്രേഡർ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മാനാണ്. നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ആർഗ്യുമെന്റിനൊന്നും നിൽക്കാൻ പാടില്ല. And the farmers have to depend on him for loans, not only for cultivation but also to meet other exigencies such as illness, children's school fees അല്ലെ. കുട്ടികൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പൈസ വേണമല്ലോ, എന്തെങ്കിലും പെട്ടെന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരടുത്തേക്കാണ് പോകുന്നത്? ട്രേഡറിന്റെ കയ്യിലേക്കാണ് ഇവരെല്ലാം പോകുന്നത്. അപ്പം ട്രേഡറിന് എന്ത് ചെയ്യാൻ പാടില്ല? വെറുപ്പിക്കാൻ പാടില്ല. ഇൻ കേസ് ഇനി വേറൊരു ആവശ്യത്തിന് കടം ചോദിക്കണമെങ്കിൽ വേറെ ആരുടെ കയ്യിലും കടം തരാനുള്ള പൈസ പോലും ഉണ്ടാവില്ല, ഈ ട്രേഡറുടെ കയ്യിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യാൻ പാടില്ല? വെറുപ്പിക്കാൻ പാടില്ല.
Also, there are times in the year when there is no work and no income for the farmers. So, borrowing money is the only means of survival. അല്ലെ, ചില സമയങ്ങളില് ജോലി ഉണ്ടാവില്ല, ജോലി ഇല്ലാത്തതുകൊണ്ട് പൈസയും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഇവർക്ക് കടം വാങ്ങിക്കേണ്ടി വരും. അപ്പൊ ട്രേഡറെ വെറുപ്പിക്കുന്നത് ശരിയല്ല എന്ന് സ്വപ്നയ്ക്ക് അറിയാം. Swapna's earning from cotton cultivation is barely more than what she might have earned as a wage laborer. അപ്പം അല്ലെ, വളരെ കുറഞ്ഞൊരു പൈസയാണ് കിട്ടുന്നതെന്നാ പറയുന്നത്. ഓക്കെ, ഇനി ഈ കോട്ടന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ്, എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് കോട്ടൺ കടന്നു പോകുന്നതെന്നാണ്. ട്രേഡർ എന്ത് ചെയ്യും? സെൽസ് ദ കോട്ടൺ അറ്റ് ദി കർണൂൽ കോട്ടൺ മാർക്കറ്റ്. ഈ ട്രേഡർ എന്ത് ചെയ്യും? സ്വപ്നന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ, അല്ലെ, കിൻഡലിന് 1500 രൂപ കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള കോട്ടൺ എന്ത് ചെയ്യും? ട്രേഡർ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് സെയിൽ നടത്തും. ഗിന്നിങ് മിൽസ് ബൈസ് ദി കോട്ടൺ. ആരാണ് കോട്ടൺ എന്നിട്ട് വാങ്ങിക്കുന്നത്? ഗിന്നിങ് മില്ല് വാങ്ങിക്കും. ഗിന്നിങ് മിൽ റിമൂവ്സ് ദ സീഡ്സ് ആൻഡ് പ്രസ് ദ കോട്ടൺ ഇൻ ടു ബെയിൽസ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പൊ ഗിന്നിങ് മിൽ അതിന്റെ സീഡൊക്കെ മാറ്റും. സ്പിന്നിങ് മിൽ എന്ത് ചെയ്യും? ആ ബൈസ് ദ ബെയിൽസ്. സ്പിന്നിങ് മിൽ സ്പിൻ ദ കോട്ടൺ ഇൻ ടു യാൺ. സ്പിന്നിങ് മിൽ എന്ത് ചെയ്യും? കോട്ടനെ യാണാക്കിയിട്ട് മാറ്റും. ഈ സ്പിന്നിങ് മിൽ സെൽസ് ദ യാൺ ടു യാൺ ഡീലേഴ്സ്. അപ്പം കോട്ടണിൽ നിന്ന് എന്തുണ്ടാക്കിയിട്ട്? യാൺ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ആർക്ക് വിറ്റു? യാൺ ഡീലേഴ്സിന് വേണ്ടിയിട്ട് വിറ്റു. ഓക്കെ, സോ ഇത്രയും സ്റ്റേജസിലൂടെയാണ് ഇപ്പം സ്വപ്ന കൊടുത്തിട്ടുള്ള കോട്ടൺ പോയിട്ടുള്ളത്. കോട്ടൺ ആയിട്ടുള്ള സാധനം സെപ്പറേറ്റ് ചെയ്ത്, സീഡൊക്കെ സെപ്പറേറ്റ് ചെയ്ത് യാൺ ഡീലേഴ്സിന്റെ കയ്യില യാണാക്കിയിട്ട് വിറ്റ് കഴിഞ്ഞു. ഓക്കെ, സോ ദ ക്ലോത്ത് മാർക്കറ്റ് ഓഫ് ഈറോഡ്. എന്താണ്? ദ ക്ലോത്ത് മാർക്കറ്റ് ഓഫ് ഈറോഡ്. Erode's bi-weekly cloth market in Tamil Nadu is one of the largest cloth market in the world. അല്ലെ, ലോകത്തിലെ തന്നെ, അല്ലെ, നമ്മുടെ ലോകം മൊത്തം വേൾഡ് എടുത്തു കഴിഞ്ഞാല് അതിലുള്ള ഏറ്റവും വലിയ ക്ലോത്ത് മാർക്കറ്റില് ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏതാണ്? ഈറോഡ് ബൈ-വീക്ലി ക്ലോത്ത് മാർക്കറ്റ് ആണ്. ആൻഡ് cloth that is made by weavers in the villages around is also brought here for sale. Around the market are offices of cloth merchants who buy this cloth. ആ മാർക്കറ്റിന്റെ അടുത്ത് ക്ലോത്തിന്റെ മർച്ചന്റ്സ് ഉണ്ട്, അതിന്റെ ഓഫീസസ് ഉണ്ട്, അവരെവിടുന്ന് വാങ്ങിക്കും. Other traders from many South Indian towns also came and purchased cloth in market. അപ്പം വേറെ കുറെ സൗത്ത് ഇന്ത്യൻ ആൾക്കാര് പല സ്ഥലത്തു നിന്നായിട്ട് പോയിട്ട് ഈ ഈറോഡിലുള്ള മാർക്കറ്റിൽ പോയിട്ട് എന്ത് പർച്ചേസ് ചെയ്യും? ക്ലോത്ത് ഒക്കെ പർച്ചേസ് ചെയ്യും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ധരിക്കുന്ന ക്ലോത്ത് എവിടെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഓക്കെ, on market days you would also find weavers bringing cloth that has been made on order from the merchant. അപ്പം these merchants supply cloth on order to garment manufacturers and exporters around the country. ഈ മർച്ചന്റ് എന്ത് ചെയ്യും? മർച്ചന്റിന്റെ ഓർഡർ പ്രകാരം, അല്ലെ, മാർക്കറ്റ് ഡേയ്സില് weavers bringing cloth that have been made on order from the merchant. മർച്ചന്റ്സ് ആയിരിക്കും, അല്ലെ, മർച്ചന്റ്സ് ആയിരിക്കും ഇതിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവുക. ആ മർച്ചന്റ്സ് ഓർഡർ ചെയ്തതിന് പ്രകാരമാണ് വീവേഴ്സ് ഈ ക്ലോത്ത് ഉണ്ടാക്കുന്നത്. ഈ മർച്ചന്റ്സ് എന്ത് ചെയ്യും? ഈ ഗാർമെന്റ് മാനുഫാക്ചേഴ്സിന്റെ ഓർഡർ പ്രകാരമുള്ള ക്ലോത്ത് പല സ്ഥലങ്ങളിലായിട്ട് സപ്ലൈ ചെയ്യും. They purchase the yarn and give instruction to the weavers about the kind of cloth that is to be made. അല്ലെ, നേരത്തെ നമ്മൾ കോട്ടണിൽ നിന്നും യാൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ യാൺ ഇവര് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? വീവേഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഏത് ടൈപ്പിലുള്ള ക്ലോത്ത് ആണ് വേണ്ടത് എന്ന് വീവേഴ്സിന്റെ അടുത്ത് പറയും. ഓക്കെ, ആ നിർദ്ദേശപ്രകാരം, ആ ഓർഡർ പ്രകാരമാണ് വീവേഴ്സ് എന്തുണ്ടാക്കുന്നത്? ക്ലോത്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ക്ലോത്ത് ഉണ്ടാക്കുന്ന ഡിഫറെന്റ് സ്റ്റേജസിന്റെ ഫോട്ടോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഏതൊക്കെ ഫോട്ടോസ് ആണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രം നിങ്ങൾ നോക്കിയേ. എന്താ ഒന്നാമത്തെ ഫോട്ടോയിൽ കാണുന്നത്? There's a merchant shop in the bazaar. Over the years, these traders have developed extensive contacts, garment firms around the country from whom they get orders. ഓക്കെ, ഒരു മർച്ചന്റിന്റെ ഷോപ്പാണ്, അല്ലെ, വേറെ പല കൺട്രീന്റെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാര് ഈ മർച്ചന്റിന്റെ ഷോപ്പില് ഓർഡർ കൊടുക്കും.
These traders purchase the yarn from others. അല്ലെ, ഇവര് യാൺ പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആരുടെ കയ്യിൽ കൊടുക്കും? വീവേഴ്സിന്റെ കയ്യിൽ കൊടുക്കും അല്ലെ. അപ്പൊ അതാണ് അങ്ങനത്തെ ഒരു കടയാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. Weavers live in villages around and take the yarn supplied by the traders to their homes, where the looms are located in sheds adjacent to their houses. നിങ്ങൾ കണ്ടോ? ഇത് ലൂമാണ്. വീവേഴ്സിന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് ലൂംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ലൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലൂമിലേക്കാണ് വീവേഴ്സിനെ കിട്ടുക. Weavers live in villages around and take the yarn supplied by the traders to their homes, where the looms are located in sheds adjacent to their houses. This photograph shows a power loom in one such home. ഒരു വീട്ടിലുള്ള പവർ ലൂം, അങ്ങനെ പവർ ലൂമിന്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നത്. And the weavers and their families spend long hours working on these looms. അപ്പം വീവേഴ്സ് അവരുടെ ഫാമിലി ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യും അല്ലെ. ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് ഇൻകം കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അവരും അവരുടെ വീട്ടുകാരൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട്, എൽഡർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു വീവിംഗ് എന്ന് പറയുന്ന ഒരു പണി ചെയ്യുന്നത്. Most weaving power units have about 2 to 8 പവർ ലൂംസ്. ഓരോ വീവിംഗ് പവർ യൂണിറ്റിലും 2 to 8 പവർ ലൂംസ് ഉണ്ട്. ഓൺ വിച്ച് എ യാൺ ഈസ് മെയ്ഡ് ഇൻ ടു ക്ലോത്ത്. ആ പവർ ലൂമിൽ വെച്ചിട്ടാണ് യാൺ എന്താക്കുന്നത്? പവർ ലൂമിൽ വെച്ചിട്ട് യാണ് ക്ലോത്ത് ആക്കിയിട്ട് മാറ്റും. A variety of sarees, shirting, ladies material and bed sheets are produced in these looms. അവിടെ വെച്ചിട്ടാണ് യാൺ ഉപയോഗിച്ചിട്ട് അവര് അല്ലെ നമ്മളെ ഷർട്ട്, മെറ്റീരിയൽസ്, ബെഡ്ഷീറ്റ് എല്ലാം വീവ് ചെയ്തെടുക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ആൻഡ് വേറൊരു ഫോട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റുന്നില്ലേ? ഇതെന്താണ്? They then bring back the finished cloth to the traders. അല്ലെ, ആരാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്? ട്രേഡേഴ്സ് ആണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. ഇവർ തിരിച്ചിട്ട് ഈ മർച്ചന്റ്സിന്റെ ട്രേഡേഴ്സിന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യും? ഫിനിഷ് വീവിംഗ് ഒക്കെ ചെയ്തിട്ട് അത് തിരിച്ച് ട്രേഡേഴ്സിന്റെ കയ്യിൽ കൊടുക്കും. Here they can see getting ready to go to the merchant in the town. The trader keeps an account of the yarn given and pays the money for weaving this into cloth. Okay. അപ്പം യാണിന്റെ പൈസ യാണ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊടുത്തിട്ടില്ലേ, അപ്പം ആ ഒരു പൈസ ആക്കിയിട്ട് ബാക്കി എന്ത് ചെയ്യും? അവര് ചെയ്തിട്ടുള്ള ജോലിയുടെ കൂലിയായിട്ട് കുറച്ച് അവരെന്ത് ചെയ്യും? പേയ്മെന്റ് ഈ ഒരു മർച്ചന്റ് എന്ത് ചെയ്യും? ട്രേഡർ എന്ത് ചെയ്യും? ആ ആൾക്ക് വീവർക്ക് കൊടുക്കും. അപ്പൊ ആ ഒരു മെത്തേഡാണ്. അപ്പം കോട്ടൺ ഉണ്ടാക്കി, കോട്ടൺ വാങ്ങിച്ചിട്ട് അത് യാണാക്കി, യാണ് വീവേഴ്സിന്റെ കയ്യിലെത്തിയിട്ട് അവരെന്താക്കിയിട്ട് മാറ്റി? ക്ലോത്ത് ആക്കിയിട്ട് മാറ്റി. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പുട്ടിംഗ് ഔട്ട് സിസ്റ്റം. വീവേഴ്സ് പ്രൊഡ്യൂസിങ് ക്ലോത്ത് അറ്റ് ഹോം. എങ്ങനെയാണ് വീവേഴ്സ് ക്ലോത്ത് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ. Merchant distribute work among the weavers based on the orders he has received for cloth. Merchant ആണ് ഡിസൈഡ് ചെയ്യുന്നത് വീവേഴ്സ് ഏത് തരത്തിലുള്ള ക്ലോത്ത്. അല്ലെ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് കൂടുതൽ കോറിലേറ്റ് ചെയ്യും. ഇപ്പൊ കല്യാൺ സിൽക്സ് അല്ലെങ്കിൽ ജയലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി എന്താ പറയാ ഒത്തിരി ഷോപ്പുകളില്ലേ. അപ്പം അവരെങ്ങനെ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക? ഏത് പീസാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്, ഏത് മോഡലാണ് അല്ലെ. ഓരോ മോഡൽ ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, അവർക്ക് അത് വീണ്ടും വീണ്ടും വേണ്ടി വരും അല്ലെ. അപ്പൊ പറഞ്ഞ് ഇത് കുറെ പോയിട്ടുള്ളതാണ്, അപ്പൊ എന്ത് ചെയ്യും? അടുത്ത പീസ് വേണം, അതിന്റെ ഒരു 100 ഓർഡർ വേണം എന്ന് പറയും. അങ്ങനെ ഈ ഓർഡർ എല്ലാം മർച്ചന്റിന് കിട്ടും. മർച്ചന്റ് ഈ സാധനം ആരടുത്ത് പറയും? വീവേഴ്സിന്റെ അടുത്ത് പറയും. ഇതാണ്, ഈ ടൈപ്പാണ് പോകുന്നത്, ഈ ടൈപ്പ് വേണം. അങ്ങനെ പുതിയ ഏതാണോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് അങ്ങനത്തെ സാധനം അല്ലെ. ആൾക്കാർക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള സാധനങ്ങള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. So the merchant distribute work among the weavers based on the orders he has received for cloth. The weavers get the yarn from the merchant and supply him the cloth. Weaver എന്ത് ചെയ്യും? മർച്ചന്റിന്റെ അടുത്തുനിന്ന് യാണ് വാങ്ങിച്ചിട്ട് ക്ലോത്ത് ആക്കിയിട്ട് കൊടുക്കും. For the weavers, this arrangement seemingly has 2 advantages.
നിങ്ങൾ വീവേഴ്സിനെ നോക്കൂ. വീവേഴ്സിന് എന്തെങ്കിലും എന്താ അഡ്വാൻറ്റേജ്? 2 അഡ്വാൻറ്റേജ് ഉണ്ട്. യാൺ ആര് കൊടുത്തോളും? മർച്ചന്റ് കൊടുത്തോളും അല്ലെ. വീവർ ജസ്റ്റ് ഈ സാധനം ക്ലോത്ത് ആക്കിയിട്ട് ഓർഡർ പ്രകാരമുള്ള ക്ലോത്ത് ആക്കിയിട്ട് ആർക്ക് കൊടുത്താൽ മതി? മർച്ചന്റിന് കൊടുത്താൽ മതി. അപ്പൊ ക്ലോത്ത് ആക്കാനുള്ള സ്കില്ല് അവർക്കുണ്ട്, അവരുടെ കയ്യിൽ ലൂം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്താൽ മതി? ഇത് ക്ലോത്ത് ആക്കി കൊടുത്താൽ മതി. ബാക്കി കാര്യം മർച്ചന്റ് നോക്കിക്കോളും. മർച്ചന്റ് ആർക്കെങ്കിലും വിൽക്കുവോ എന്താണെന്ന് വെച്ചായിക്കോട്ടെ, ഇവരത് ക്ലോത്ത് ആക്കിയാൽ മതി. അപ്പം വീവേഴ്സിന് എന്തുണ്ട്? ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റിന് 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ദ വീവേഴ്സ് ഡു നോട്ട് ഹാവ് ടു സ്പെൻഡ് ദെയർ മണി ഓൺ പർച്ചേസ് ഓഫ് യാൺ അല്ലെ. വീവറിന് യാൺ ആര് കൊടുക്കുന്നുണ്ട്? മർച്ചന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം വീവർ പോയിട്ട് യാണ് പർച്ചേസ് ചെയ്തൊന്നും ചെയ്യണ്ട, മർച്ചന്റ് എന്ത് ചെയ്തോളും? യാണ് പർച്ചേസ് ചെയ്തോളും. ആൻഡ് ഓൾസോ ദ പ്രോബ്ലം ഓഫ് സെല്ലിംഗ് ദ ഫിനിഷ്ഡ് ക്ലോത്ത് ഈസ് ടേക്കൺ കെയർ ഓഫ്. എന്താണ്? വീവേഴ്സിന് മർച്ചന്റ് ഓർഡർ കൊടുക്കുന്നുണ്ട്, അത് പ്രകാരമുള്ള സാധനങ്ങൾ മർച്ചന്റ് അങ്ങ് സെയിൽ ആയിക്കോളും. വീവേഴ്സ് ഇത് ഉണ്ടാക്കുകയും വേണം, മാർക്കറ്റിൽ പോയിട്ട് വിൽക്കുകയും വേണം, ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടമായി, അങ്ങനെ ഒന്നും വിചാരിക്കാനില്ല. വീവറിന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അയാൾ പറയുന്ന ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുത്താൽ മതി, ബാക്കി അയാള് നോക്കിക്കോളും. സോ അങ്ങനത്തെ 2 അഡ്വാൻറ്റേജസ് ആർക്കുണ്ട്? വീവർക്കുണ്ട്. ഓക്കെ, സോ വീവേഴ്സ് know from the outset what cloth they should make and how much of it is to be worn. So, however, this dependence on the merchants, എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡിപ്പെൻഡൻസ് ആണ് അല്ലെ. So, this dependence on the merchants both for raw material അല്ലെ, യാൺ ആര് കൊടുക്കണം? മർച്ചന്റ് കൊടുക്കണം. ആൻഡ് മാർക്കറ്റ്, ഇവർക്ക് പോയി വിൽക്കുകയും വേണ്ട അല്ലെ. അപ്പൊ റോ മെറ്റീരിയലിലും വീവേഴ്സിന് ആർക്ക് വേണം? മർച്ചന്റ് വേണം. അതുപോലെ തന്നെ ഇത് വിൽക്കണമെങ്കിലും ആര് വേണം? മർച്ചന്റ് വേണം. അപ്പൊ അതൊരു ഡിപ്പെൻഡൻസ് അല്ലേ അല്ലെ. അവർക്ക് റോ മെറ്റീരിയൽ കിട്ടും, പക്ഷെ നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും. മർച്ചന്റ് ആകുമ്പോ എന്താണ്, ആ ഒരു കാര്യത്തിൽ അവർക്ക് അത്രയും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഇത് ഒരു കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? റോ മെറ്റീരിയലും മർച്ചന്റ് തരണം, അതുപോലെ തന്നെ മാർക്കറ്റും മർച്ചന്റ് അല്ലെ. മർച്ചന്റ് ആണ് ഇതിന് വിൽക്കാനുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ എവിടുന്നാണ് ഓർഡർ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് വിൽക്കുന്നത് ആരാണ്? മർച്ചന്റ് ആണ്. means that the merchants have a lot of power. Okay, അപ്പൊ ആർക്കാണ് ഇവിടെ പവർ ഉള്ളത്? അയാള് കൊടുത്തു, നിങ്ങൾ ഉണ്ടാക്കണം, ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ മർച്ചന്റിനാണ് അവിടെ കുറെ പവർ ഉള്ളത് അല്ലെ. ഒരു ദിവസം മർച്ചന്റ് വിചാരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് യാണ് തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കുന്നില്ല, ഞാൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നില്ല, എനിക്ക് നിങ്ങളുടെ സാധനങ്ങൾ വേണ്ടാന്ന് മർച്ചന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ആര് പട്ടിണിയിലാവും? ആർക്ക് ഇൻകം കിട്ടില്ല? വീവേഴ്സിന് കിട്ടില്ല. ഓക്കെ, അപ്പൊ വീവേഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മർച്ചന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മർച്ചന്റ് യാണ് കൊടുത്ത് അത് വിൽക്കാനുള്ള സ്ഥലവും കൂടി ആര് കണ്ടുപിടിക്കണം? മർച്ചന്റ് കണ്ടുപിടിക്കണം. സോ ആൻഡ് ദേ പേ എ വെരി ലോ പ്രൈസ് ഫോർ മേക്കിംഗ് ദ ക്ലോത്ത്. മർച്ചന്റ്സ് വീവേഴ്സ് കുറെ പൈസ അല്ലെ. നമ്മളിപ്പോ 1000 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കുന്നു, ചിലപ്പോ അതിന്റെ 20 രൂപയോ 10 രൂപയോ ഒക്കെ ആയിരിക്കും ആർക്ക് കിട്ടുന്നുണ്ടാവുക? വീവർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇതിന്റെ ഇടയിൽ പോകുന്ന പൈസയാണ് ഇടനിലക്കാരെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പൈസ പോകും. സോ നമ്മളൊരു സാധനം 1000 രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നെയ്ത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് വളരെ 50 രൂപയോ അല്ലെങ്കിൽ 40 രൂപയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അത് വളരെ വെരി ലോ പ്രൈസ് ഫോർ മേക്കിംഗ് ദ ക്ലോത്ത്. ആ ക്ലോത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതെന്താണ്? വളരെ കുറഞ്ഞൊരു പൈസ മാത്രമേ ഇതില് കിട്ടുന്നുണ്ടാവുകയുള്ളൂ. Weavers have no way of knowing who they are making the cloth for or at what price it will be sold. അപ്പം വീവേഴ്സിന് ഇതൊന്നും അറിയില്ല. ഓക്കെ, വീവേഴ്സിന് ഇത് ആരാണ് വാങ്ങിക്കുന്നതെന്നോ അത് എത്ര പൈസക്കാണ് ഈ മർച്ചന്റ് വിൽക്കുന്നതെന്നൊന്നും വീവേഴ്സിന് അറിയില്ല. വീവേഴ്സിന് മർച്ചന്റ് ഓർഡർ കൊടുക്കുന്നു, അതിനൊരു പൈസ മർച്ചന്റ് വീവേഴ്സിന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് at the cloth market, the merchants sell the cloth to the garment factories. Cloth marketൽ പോയിട്ട് ഈ മർച്ചന്റ് ഇതെല്ലാം കൂടെ ആർക്ക് കൊടുക്കും? ഗാർമെന്റ് ഫാക്ടറിയിലേക്ക് സെയിൽ നടത്തും. In this way, the market works more in favor of the merchants. അപ്പം ഇത് ആർക്ക് ഫേവർ ആയിട്ടാണ് ഈ മാർക്കറ്റ് ഉണ്ടാവുന്നത്? മർച്ചന്റ്സിന് ഫേവർ ആയിട്ടാണ് മാർക്കറ്റ് ഉണ്ടാവുന്നത്. വീവേഴ്സ് ഇൻവെസ്റ്റ് ഓൾ ദെയർ സേവിങ്സ് ഓർ ബറോ മണി അറ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ടു ബൈ ലൂംസ്. വീവേഴ്സ് എന്ത് ചെയ്യണം? വലിയൊരു പൈസ കൊടുത്തിട്ട് നല്ലൊരു പൈസ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ലൂം അല്ലെ, നമ്മൾ നെയ്യാനുള്ള ലൂമ് വേണം എന്നുണ്ടെങ്കിൽ ആര് വേണം? ലൂമ് വാങ്ങിക്കണം. ലൂം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വീവേഴ്സിന് നല്ലൊരു പൈസ വേണം. ഈച്ച് ലൂം കോസ്റ്റ് 20,000 അല്ലെ. 20,000 റുപ്യ ഉണ്ടെങ്കിലേ ഒരു ലൂം വാങ്ങിക്കാൻ പറ്റുള്ളൂ. സോ എ സ്മോൾ വീവർ വിത്ത് 2 looms ഹാസ് ടു ഇൻവെസ്റ്റ് 40,000.
അപ്പൊ ചെറിയൊരു ഏറ്റവും ചെറുതായിട്ടുള്ള ഒരു ലൂമിങ് അവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വേണം. ഇപ്പൊ 40,000 റുപ്യ അയാൾക്ക് വേണം. ഓക്കെ, എന്നാൽ മാത്രമേ അയാൾക്ക് ഈ ഒരു ജോലി അയാളുടെ ജോലി ചെയ്യാനുള്ള പണിയായുധം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അത്ര 40,000 രൂപ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ വീവറിന് ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വർക്ക് ഓൺ ദീസ് ലൂംസ് cannot be done alone. ഇനി ഈ ലൂമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം. ദ വീവർ ആൻഡ് അതർ അഡൾട്ട് മെമ്പർ ഓഫ് ഹിസ് ഫാമിലി വർക്ക് അപ് ടു 12 hours a day. അല്ലെ, വീവറിന്റെ അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലിയും എന്ത് ചെയ്യും, ഒരു 12 hour കൂടെ ഇരുന്ന് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊഡ്യൂസ് ക്ലോത്ത്. ഫോർ ഓൾ ദിസ് വർക്ക് they earn about 3,500 per month. ഇതിലൊക്കെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്തേ കിട്ടുള്ളൂ? ഒരു മാസം 3,500 രൂപ അല്ലെ. ഒരാൾ ഒറ്റയ്ക്കല്ല, ഒരു കുടുംബം മൊത്തത്തില് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു മാസം 3,500 രൂപയാണ് അവർക്ക് കിട്ടുന്നത്. നിങ്ങൾ ആലോചിക്കുക, 3,500 രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന പൈസ ആയിരിക്കും അല്ലെ അയാളുടെ ഒരു മാസത്തെ എന്തെന്ന് പറയുന്നത്, ഇൻകം എന്ന് പറയുന്നത്. Arrangement between the merchant and the weavers is an example of putting out system, whereby the merchant supplies the raw material and receives the finished product. It is prevalent in the weaving industry in most regions of India. അപ്പം ഈ ഒരു പുട്ടിംഗ് ഔട്ട് സിസ്റ്റം അല്ലെ, മർച്ചന്റ് റോ മെറ്റീരിയൽ കൊടുക്കും അല്ലെ, യാണ് കൊടുക്കും, അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയിൽ പല ഇടങ്ങളിലും ഈ ഒരു സിസ്റ്റം തന്നെയാണ് വർക്ക് ആവുന്നത്. അപ്പം അത് കാരണം എന്ത് ചെയ്യുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് വളരെ കുറഞ്ഞൊരു പൈസയാണ് മാസത്തില് കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഇത്രയായിരുന്നു നമുക്ക് ഈ ഒരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്താ കാര്യങ്ങളാ മക്കളെ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? ഷർട്ട് ഇൻ ദി മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണോ കിട്ടുന്നത്, ആർക്കെങ്കിലും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു അന്വേഷണമായിരുന്നു നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ സ്വപ്ന എന്ന് പറയുന്ന ഒരു കോട്ടൺ ഫാമറിനെ കണ്ടു അല്ലെ. കോട്ടൺ ഫാമർ ഫസ്റ്റ് 2,500 രൂപ ഒരു ട്രേഡറെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടാണ് അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് 3,000 രൂപയായിട്ട് അയാൾ തിരിച്ചടക്കുകയും വേണ്ടി വന്നു. ബാക്കി ഒരു ലാഭം എന്നുള്ള നിലയിൽ അല്ലെ, അദ്ദേഹം ചെയ്ത ജോലിക്കുള്ള കൂലി എന്നുള്ള നിലയിൽ ഒരു 3,000 രൂപയാണ് അവർക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അത്രയും 4 മാസത്തോളം കഷ്ടപ്പെട്ടിട്ട് അത്രയും കുറഞ്ഞൊരു പൈസയാണ് അവർക്ക് കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അവരുടെ ഒരു ലാഭം നമ്മൾ കണ്ടു അല്ലെ, എത്ര പൈസയാണ്. പിന്നെ ഈ കോട്ടൺ വാങ്ങിച്ചിട്ട് യാൺ ഉണ്ടാക്കിയിട്ട് ആ യാണ് എന്ത് ചെയ്യണം, അത് നെയ്തിട്ട് ക്ലോത്ത് ആക്കി മാറ്റണം അല്ലെ. അത് ചെയ്യുന്നത് ആരാണ്? വീവേഴ്സ് ആണ് അല്ലെ. അപ്പൊ വീവേഴ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. വീവേഴ്സിന്റെ ഇടയിൽ ആരുണ്ട്? മർച്ചന്റ് വരുന്നുണ്ട് അല്ലെ. മർച്ചന്റ് ആണ് ഈ യാണ് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വീവേഴ്സിന് കൊടുത്തിട്ട് ഈ വീവേഴ്സ് ഇത് ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഫിനിഷ്ഡ് ക്ലോത്ത് ആയിട്ട് മർച്ചന്റിന് തന്നെ കൊടുക്കും. മർച്ചന്റ് ഇത് ഗാർമെന്റ് ഫാക്ടറീസിന് വേണ്ടിയിട്ട് നടത്തും. അപ്പൊ മർച്ചന്റ് ഇവർക്ക് ഗാർമെന്റ് ഫാക്ടറീസിലേക്ക് വേണ്ട ഓർഡേഴ്സ് എങ്ങനെയാണോ, അവിടുത്തെ ഡിമാൻഡ് എന്താണോ അതനുസരിച്ചിട്ടാണ് വീവേഴ്സിന് എന്ത് കൊടുക്കുന്നത്, ഓർഡർ കൊടുക്കുന്നത്. ആ ഒരു ഓർഡർ പ്രകാരമാണ് വീവേഴ്സ് അവർക്ക് വേണ്ട ക്ലോത്ത് ഉണ്ടാക്കുന്നത് അല്ലെ. അങ്ങനെയൊക്കെ ചെയ്തു അല്ലെ. നഷ്ടത്തിലാണല്ലേ ലൂംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2 ലൂം വാങ്ങിക്കണമെങ്കിൽ 40,000 രൂപ വേണം എന്ന് പറഞ്ഞ് ഇനിയിപ്പോ അവർക്ക് ആകെ ഒരു 3,500 രൂപയ്ക്കാണ് ഒരു മന്ത്ലി ഇൻകം എന്നുള്ള രീതിയിൽ കിട്ടുന്നത്. സോ അത്രയും വരെ നമ്മൾ പറഞ്ഞെത്തി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്